ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മുടെ ചാനലിലൂടെ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ പലരും കമന്റിലൂടെ നമ്മുടെ ലാലേട്ടന്റെ വരാനിരിക്കുന്ന സിനിമകളെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചിത്രം കണ്ണപ്പ. ലാലേട്ടൻ, വിഷ്ണു മഞ്ജു, പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ഒരു പീരിയോഡിക് ആക്ഷൻ ഫാന്റസി ചിത്രമാണ് കണ്ണപ്പ. തെലുങ്കിലെ പ്രശസ്ത സംവിധായകനായ മുകേഷ് കുമാർ സിംഗ് ആണ് കണ്ണപ്പ സംവിധാനം ചെയ്യുന്നത്. നിലവിൽ ചിത്രീകരണം പൂർത്തിയായ കണ്ണപ്പയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ മൂവിയായ കണ്ണപ്പ ഈ വരുന്ന ജൂൺ മാസം 27-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്തും. രണ്ടാമത്തെ ചിത്രം ഹൃദയപൂർവ്വം. മലയാളത്തിൽ നിന്നും ഈ വർഷം വരാനിരിക്കുന്ന ഒരു ഫാമിലി ഫീൽ ഗുഡ് കോമഡി മൂവിയാണ് ഹൃദയപൂർവ്വം. അഖിൽ സത്യൻ, സോനു ടി പി തുടങ്ങിയവർ തിരക്കഥയൊരുക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് സത്യൻ അന്തിക്കാടാണ്. ലാലേട്ടനൊപ്പം മാളവിക മോഹൻ, സിദ്ദിഖ്, സംഗീത, നിഷാൻ, ലാലു അലക്സ് എന്നിങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ ഹൃദയപൂർവ്വത്തിൽ എത്തുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഹൃദയപൂർവ്വം ഈ വരുന്ന ഓണം റിലീസായി ഓഗസ്റ്റ് 28-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മൂന്നാമത്തെ ചിത്രം MN എന്ന മൾട്ടിസ്റ്റാർ സിനിമയാണ്. ലാലേട്ടനൊപ്പം നമ്മുടെ മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, രഞ്ജി പണിക്കര് തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് താൽക്കാലികമായി MN എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രം. നിലവിൽ ഈ പ്രോജക്ടിന്റെ 70% ചിത്രീകരണം ശ്രീലങ്ക, ദുബായ്, ഷാർജ, കൊച്ചി എന്നിവിടങ്ങളിലായി പൂർത്തിയായിട്ടുണ്ട്. ഇനി കേരളത്തിലും ചെന്നൈയിലുമായി ബാക്കി ചിത്രീകരണം പൂർത്തീകരിക്കാനുമുണ്ട്. മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ മുതൽ മുടക്കിൽ തയ്യാറാവുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ടേക്ക് ഓഫ്, മാലിക്, മലയങ്കുഞ്ഞ് പോലുള്ള സിനിമകളുടെ സംവിധായകനായ മഹേഷ് നാരായണനാണ്. നിർമ്മാണം ആൻഡോ ജോസഫും. ഈ വർഷം ക്രിസ്മസ് റിലീസായോ 2026 ജനുവരി മാസമോ MN തിയേറ്ററുകളിലേക്ക് എത്താനാണ് സാധ്യത. നാലാമത്തെ ചിത്രം ഋഷഭ. തെലുങ്കിൽ നിന്നും ഈ വർഷം റിലീസിനെത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ഋഷഭ. ഉമാശങ്കർ റെഡ്ഡിയുടെ തിരക്കഥയിൽ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ഋഷഭയുടെ ചിത്രീകരണം ഓൾമോസ്റ്റ് 60% പൂർത്തിയായിട്ടുണ്ട്. ഒരു പീരീഡ് എപ്പിക് ആക്ഷൻ സിനിമയായി തയ്യാറാവുന്ന ഋഷഭ 2025 ഒക്ടോബർ 16-ാം തീയതി ദീപാവലി സ്പെഷ്യലായി തിയേറ്ററുകളിലേക്ക് എത്തും. അഞ്ചാമത്തേത് ഒരു തമിഴ് സിനിമയാണ്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ലാലേട്ടൻ, ശിവരാജ് കുമാർ എന്നിങ്ങനെ വമ്പൻ താരനിരയിൽ 2023-ൽ പുറത്തുവന്ന് മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ജയിലർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ചിത്രീകരണം നടന്നു വരുന്ന ജയിലർ 2 അടുത്ത വർഷം 2026 സമ്മർ റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. മാത്രമല്ല ആദ്യ ഭാഗത്തിലേതുപോലെ തന്നെ രണ്ടാം ഭാഗത്തിലും രജനിക്കൊപ്പം ലാലേട്ടനും, കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാറും, തെലുങ്ക് സൂപ്പർ താരം ബാലയ്യയും, പിന്നെ നമ്മുടെ മലയാളി താരങ്ങളായ സുരാജ് വെഞ്ഞാറമൂട്, ഫഹദ് ഫാസിൽ, കോട്ടയം നസീർ, ഇന്ദ്രൻസ് തുടങ്ങിയവരും താരങ്ങളായിട്ട് എത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2-ന് മ്യൂസിക് ഒരുക്കുന്നത് അനിരുദ്ധാണ്. ആറാമത്തെ ചിത്രം ബബ്ബബ്ബ അഥവാ ഭയം, ഭക്തി, ബഹുമാനം. ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഒരു കോമഡി ആക്ഷൻ സിനിമയാണ് ബബ്ബബ്ബ. ഷഹീം സഫറും നൂറിൻ ഷെരീഫും ചേർന്ന് തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു കാമിയോ റോളിൽ എത്തുമെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ബബ്ബബ്ബയിൽ വെറും കാമിയോ റോൾ മാത്രമല്ല ലാലേട്ടൻ ചെയ്യുന്നതെന്നും ഏകദേശം 30 മിനിറ്റോളം വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറിലാണ് ലാലേട്ടൻ ഈ പ്രോജക്റ്റിൽ ഉള്ളതെന്നുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മേ ബി ഒരു വില്ലൻ റോൾ ആവാനും സാധ്യതയുണ്ട്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ബബ്ബബ്ബ ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. ഏഴാമത്തെ ചിത്രം ദൃശ്യം 3. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകളോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സ്വീക്കലാണ് ദൃശ്യം 3. ഓൾറെഡി പുറത്തു വന്നിട്ടുള്ള ദൃശ്യവും ദൃശ്യം 2-ഉം അത്രയ്ക്കും വലിയൊരു ഇമ്പാക്ട് ആണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിലെ ദൃശ്യം 3യുടെ അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദൃശ്യം 3 ഉണ്ടാവുമെന്നുള്ള കാര്യം ആശീർവാദ് സിനിമാസിന്റെ പ്രതിനിധിയായ ആന്റണി പെരുമ്പാവൂർ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ചിത്രത്തെ പറ്റി സംവിധായകൻ ജിത്തു ജോസഫ് പറയുന്നത് ദൃശ്യം 3യുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നു വരികയാണെന്നാണ്. നിലവിൽ ജിത്തു ജോസഫ് ആസിഫ് മൊത്ത് മിറാഷ് എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണുള്ളത്. ഇതിനുശേഷം ബിജു മേനോൻ, ജോജി ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വലതുവശത്തെ കള്ളൻ എന്നൊരു സിനിമ കൂടി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്നുണ്ട്. ആ സിനിമയും പൂർത്തീകരിച്ച ശേഷം മാത്രമാവും ദൃശ്യം 3യുടെ വർക്കുകൾ ആരംഭിക്കുക. 8-ാം സ്ഥാനത്ത് ലാലേട്ടനെ നായകനാക്കി ആവാസി വ്യൂഹം, പുരുഷപ്രേതം എന്ന സിനിമകളുടെ സംവിധായകനായ പ്രശാന്ത് ഒരു എക്സ്പെരിമെന്റൽ സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും മണിയമ്പിള്ള രാജുവാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്നും മണിയമ്പിള്ള രാജു തന്നെ തുറന്നു പറഞ്ഞിരുന്നു. നിലവിൽ ഈ പ്രോജക്ടിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരികയാണ്. ഈ വർഷം തന്നെ ലാലേട്ടൻ കൃഷാന്ത് പ്രോജക്ട് ആരംഭിക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. 9-ാമത്തെ ചിത്രം ബിബിൻദാസിന്റെ രചനയിൽ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഫീൽ ഗുഡ് കോമഡി ചിത്രം സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു എന്നൊരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടന്നില്ലെങ്കിൽ കൂടി ഈ വർഷം തന്നെ ഈ പ്രോജക്റ്റും ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 10-ാമത്തെ ചിത്രം L3 അസ്രായേൽ. ലൂസിഫർ, എമ്പുരാൻ എന്നീ സിനിമകളുടെ സീക്വലായി വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് അസ്രായേൽ. ലാലേട്ടന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി അബ്രാം എന്നീ മാസ് പരിവേഷങ്ങളിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ ആരംഭിച്ചു വെച്ച ട്രയോളജിയുടെ 3ാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് അസ്രായേൽ. എമ്പുരാന്റെ വിജയാഘോഷ വേളയിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെ L3 അസ്രായേൽ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപിയും L3യുടെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നു വരുന്നതായും അറിയിച്ചിട്ടുണ്ട്.
അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026-ലോ 2027-ലോ L3 അസ്രയേൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 11ാമത്തെ ചിത്രം റാം. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റാം. 2 ഭാഗങ്ങളായി വരാനിരിക്കുന്ന റാമിന്റെ ആദ്യ ഭാഗത്തിന്റെ 70% ചിത്രീകരണം പൂർത്തിയായെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ലാലേട്ടനൊപ്പം തൃഷ, ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ, സിദ്ദിഖ് തുടങ്ങിയവരെല്ലാം താരങ്ങളായി വരാനിരിക്കുന്ന റാമിന്റെ പ്രൊഡക്ഷനിൽ ചില ഇഷ്യൂസ് ഉണ്ടാവുകയും തുടർന്ന് ചിത്രീകരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ സിനിമ ആരംഭിക്കണമെങ്കിൽ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാവണമെന്നാണ് മറ്റ് മൂവി ടീം അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും പ്രശ്നങ്ങളെല്ലാം മാറി ഈ വർഷമെങ്കിലും റാമിന്റെ വർക്കുകൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുകൂടാതെ ജൂഡ് ആന്റണി, ജിത്തു മാധവൻ, ജിതിൻ ലാൽ എന്നിവരും ലാലേട്ടനെ നായകനാക്കി ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അതിന്റെ വർക്കുകൾ നടന്നു വരുന്നുണ്ടെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമ്മൾ കാത്തിരിക്കാം.